നീലു, നീ എന്തെടുക്കോ ഒന്ന് വേഗം വന്നേ. സമയം 10 മണി കഴിഞ്ഞടി. ഇനിയും വഴിക്ക് ചെന്നാലേ അക്ഷയ സെന്ററിൽ മൊത്തം തിരക്കാവും. നിങ്ങളാണെന്നത് കോട്ട് സൂട്ടിട്ട് ഇറങ്ങിയാൽ മതിയല്ലോ. ഞങ്ങളൊന്ന് പുറത്ത് പോകണമെന്നുണ്ടെങ്കിൽ എന്തോരം പണി ചെയ്ത് തീർക്കണമെന്നറിയോ? രാവിലത്തേക്കുള്ള ഭക്ഷണം ഉണ്ടാക്കി വെക്കണം, അടുക്കള വൃത്തിയാക്കണം, പാത്രം കഴുകണം, തുണി അലക്കാൻ വെക്കണം, ഉച്ചയ്ക്കുള്ള ചോറും കറിയും വെക്കണം, വീടെല്ലാം അടിച്ചു വാരണം, പിള്ളേരെല്ലാം പറഞ്ഞു മനസ്സിലാക്കണം. ഇനി പോയി വന്നാൽ അതിനെക്കാട്ടിൽ 100 പണി വേറെ ഉണ്ടാകും. എന്റെ പൊന്നോ, ഞാനൊന്നും ചോദിച്ചില്ലായേ. അല്ല, നമ്മുടെ പാർക്കുട്ടി എവിടെടി? അവള് കളിക്കാൻ പോയോ? ഇല്ല ബാലു, അവള് ഭയങ്കര വാശിയില്ല. നമ്മള് പുറത്ത് പോകുമ്പോ അവളെ കൊണ്ടുപോയില്ലല്ലോ, അതിന്റെ കുറുമ്പാണെന്നേ. ആഹാ, അത് ശരി. പാർക്കുട്ടി, അച്ഛന്റെ മുത്ത എവിടെയാ? അച്ഛന്റെ മുത്ത് പിണങ്ങലെന്നേ. മക്കള് പിണങ്ങി അച്ഛന് വിഷമത്തില്ലേ? പൊന്നു മോളെ, ഞങ്ങള് ഷോപ്പിങ്ങിനൊന്നല്ലേ പോകുന്നേ, അക്ഷയ സെന്റർക്കല്ലേ. ഉള്ള മേക്കപ്പും മുട്ടിയൊക്കെ ഇട്ടിട്ട് അമ്മനെ ആർക്കും തിരിച്ചറിയാൻ പറ്റണേ അത്രേ. അതുകൊണ്ട് തിരിച്ചേക്കാട് റെഡിയാക്കാൻ പോവാ മക്കളെ. അമ്മനെ തിരിച്ചറിഞ്ഞ് വരുമ്പോഴേക്ക് കൊറേ സമയം എടുക്കും. അപ്പൊ പാർക്കുട്ടിയോട് ഇരുന്ന് മുഷിയത്തില്ലേ, അതുകൊണ്ട് അച്ഛനമ്മ കൊണ്ടുപോകത്തെ അല്ലേടി? ചേടാ, പണി പാളിയല്ലോ. അച്ഛന്റെ കാര്യം പോക്കാം മക്കളെ. അതൊന്നും മക്കൾ കാര്യക്കടാ. അച്ഛനമ്മ പോയി വരുമ്പോഴേ പാറുക്കുട്ടിക്ക് ഐസ്ക്രീം കൊണ്ടുവരും. ഇന്നലാണ്ട് അച്ഛൻ പറഞ്ഞതല്ലേ, നിന്റെ അമ്മയെ പോലൊന്നല്ല, ഞാൻ കൊണ്ടുവരാന്ന് കൊണ്ടുവരും, അത്ര തന്നെ. ഓക്കെ, സെറ്റിമസാ. ഓക്കെ മക്കളെ. അമ്മേ, ഞങ്ങള് പോയി വരുമ്പോൾ എന്തിനും വാങ്ങിക്കൊണ്ടുവരണോ? എനിക്കൊന്നും വേണ്ട മക്കളെ. നിങ്ങൾ നല്ല പോലെ പോയി നല്ല പോലെ അങ്ങ് തിരിച്ചു വന്നാ മതി. ഇപ്പൊ ന്യൂസ് തുറന്ന മൊത്തം അപകടമാണെന്നേ. നിങ്ങൾ ആരെങ്കിലും ഒന്ന് പുറത്ത് പോയാൽ തിരിച്ചു വരുന്ന വരെ നെഞ്ഞിലൊരാളല്ല. ഞങ്ങൾ ശ്രദ്ധിച്ചോളാം അമ്മ. ശ്രദ്ധിച്ചു പോയേ പറ്റും മക്കളെ. നമ്മുടെ കാര്യം മാത്രല്ലല്ലോ, എതിർവശത്തുള്ള ആൾക്ക് എന്തെങ്കിലും പറ്റിയ അയാൾ കൊല്ലിയ കുടുംബം കുട്ടികളൊക്കെ. അതുകൊണ്ട് ആർക്കും അപകടം വരുത്താതെ നോക്കുക. ശരിയമ്മ, എന്നങ്ങൾ പോയിട്ട് വരാവേ. നീലു, കേറടി. എന്നാ ശരിയമ്മ, ഞങ്ങൾ ഇറങ്ങുവാണേ. ശ്രദ്ധിച്ചു പോയി വാ മക്കളെ. ഈ ആധാർ കാർഡും എല്ലാം രേഖ എടുത്തിട്ടില്ലേ? ഒന്നും മറന്നിട്ടൊന്നുമില്ലല്ലോ? എല്ലാം ഈ ബാഗിലുണ്ടെന്നേ, ഒന്നും മറന്നിട്ടില്ല. അവിടെ ചെന്നിട്ട് ചുമ്മാ ബുദ്ധിമുട്ടുണ്ടല്ലോ എന്ന് കരുതി ചോദിച്ചതാടി. ബായ് മക്കളെ, അച്ഛനമ്മ വേഗം പോയിട്ട് വരാവേ. ഇല്ല മക്കളെ, ഐസ്ക്രീം ഇല്ലാതെ വന്നാലേ അച്ഛനെ നിങ്ങൾ വെച്ചേക്കത്തില്ലല്ലോ. വെക്കേഷൻ അല്ലടി, പിള്ളേര് കുറച്ചേരം കളിച്ചോട്ടെന്നേ. പാർക്കുട്ടിന്റെ പ്രോഗ്രസ് കാർഡ് ഞാൻ ഒപ്പിടാൻ പോവേ. ആ ടീച്ചർമാരുടെ പരാതി കേട്ട് എന്റെ തല പേർക്കുടി. എന്റെ പാർക്കുട്ടി 2 അക്ഷരം പഠിക്കാൻ നോക്ക്. പാറുകുട്ടി, മുത്തശ്ശിയുടെ വാവേ, ഇങ്ങോട്ട് വന്നേ. മക്കള് പഠിക്കൊന്നും വേണ്ട, മുത്തശ്ശിയുടെ കൂടെ ഇരുന്നോട്ടോ. നെയ്യപ്പ് ഉണ്ടാക്കാനും മുത്തശ്ശിനെ സഹായിച്ചിരുന്നോണ്ടേ പാറുകുട്ടിക്ക് പഠിക്കാൻ പറ്റില്ല എന്ന് പറയാ. എന്താ മോളെ? മുത്തശ്ശിയൊക്കെ നന്നായിട്ട് പഠിച്ചിരുന്നു മക്കളെ. പക്ഷെ കളിക്കേണ്ട സമയത്ത് കളിക്കണം, പഠിക്കേണ്ട സമയത്ത് പഠിക്കണം. കേട്ട പാറുകുട്ടി? അവൾക്ക് പഠിക്കുന്ന ഇഷ്ടമാണെങ്കിൽ അവള് പഠിച്ചോട്ടെ. നിനക്ക് കളിക്കാൻ ഇഷ്ടമാണെങ്കിൽ നീ കളിച്ചോ. ഈ പുറത്തിരുന്നാ കിട്ടുന്ന കാറ്റും വെളിച്ചും കിളികളുടെ ശബ്ദമൊന്നേ ആ 4 ചുമരിന്റെ ഉള്ളിൽ കിട്ടില്ല മക്കളെ. പക്ഷെ ഈ കാക്കകളെ കൊണ്ടുള്ള ശല്യം സഹിക്കാൻ പറ്റാത്തെ. എന്തൊരു ശല്യം ഇത്! കാലപ്പിലെ കൂട്ടാനായിട്ട് ഓരോന്നങ്ങ് വന്നോളൂ. നീ എത്ര നോക്കിയിട്ട് കാര്യമില്ല, ഒരു തുള്ളി നെയ്യപ്പം ഞാൻ തരത്തില്ല. ഈ ഭവാനിയോട് അവന്റെ കളി. അവന്റെ നോട്ടം മുഴുവൻ നമ്മുടെ ചുട്ടെടുത്ത നെയ്യപ്പത്തിലേക്ക് മോളെ. മോളെ പാറുകുട്ടി, നീ കുറച്ചും കൂടെ നെയ്യപ്പം ചുട്ടെടുക്കാനുള്ളൂ. അതുവരേക്ക് മക്കളാ കാക്കനൊക്കെ നാട്ടിക്കേ. എന്റെ കൊച്ചുമോളെടുത്ത് കാക്കമ്മയുടെ അഭ്യാസം നടക്കത്തില്ല. അല്ല പാറുകുട്ടിയെ, അങ്ങോട്ട് പോയി ചുമ്മാ അപകടം വരുത്തണ്ട മക്കളെ. ആ മുത്തശ്ശിക്ക് നമ്മളെ കണ്ണിന്റെ നേരെ കണ്ടൂടാ. മറ്റു പക്ഷികളെ പോലെയല്ലോ, നമ്മളെ കാണാൻ കൊള്ളത്തില്ലല്ലോ. അതുകൊണ്ടാ മക്കളെ. മക്കളെ വിഷമിക്കണ്ട, വാ കേറിയ ദൈവം അല്ലവും നമുക്ക് എത്തിച്ചേരുന്നേ. പാറുകുട്ടി, ആ അസത്തുക്കളെ നോക്കി നിൽക്കാതെ ഇവിടെ വന്നിരുന്നോന്നേ. അതൊക്കെ ഇങ്ങനെ ചോദിക്കാറുണ്ട് മക്കളെ. മക്കൾക്ക് വേണ്ടി തന്നെയല്ലേ മുത്തശ്ശി ഉണ്ടാക്കുന്നേ. മക്കൾ അങ്ങ് തിന്നുന്നേ.
അടുത്തുനിന്ന് മാറിക്ക കുട്ടിയെ. കുഞ്ഞെ ആ കാക്കന്റെ അടുത്തൊന്നും പോവണ്ട, അതൊന്ന് കൊത്തി കൊണ്ടുപോകുള്ളൂ. എന്നാ പാട് മക്കളെ, മുത്തശ്ശി കൂടെ വന്ന് കേക്കട്ടെ. ഞാൻ പാടാൻ പോവാണേ. കാക്കേ കാക്കേ കൂടെ വിടെ കൂട്ടിനകത്തൊരു കുഞ്ഞുണ്ടോ, കുഞ്ഞിന് തീറ്റ കൊടുക്കാൻ ഞാൻ കുഞ്ഞു വിശന്ന് കരയൂലേ. കുഞ്ഞേ കുഞ്ഞേ നീ തരുമോ, നീലയുടെ കയ്യിലെ പാപ്പം, ഇല്ല തരില്ലേ നെയ്യപ്പം, നിന്നോട് കയ്യിലെ നെയ്യപ്പം. അയ്യോ അയ്യോ കാക്കേ പറ്റിച്ചോ. കൊതിച്ച് കാക്കന്റെ കുഞ്ഞിന്റെ നെയ്യപ്പം തട്ടിക്കൊണ്ടുപോയല്ലോ. രശ്മിക്കണ്ട മക്കളെ, ഇതിന്ന് ഒരു നെയ്യപ്പം കൂടി എടുത്തട്ടോ. ഇനി ഇവിടെ നിന്നാ ശരിയാവത്തില്ല. ഇനി ബാക്കി മാവെല്ലാം വീട്ടിൽ അടുപ്പത്ത് വെച്ച് ചൂടാ. ആർക്കുട്ടിയെ മുത്തശ്ശി ഉള്ളിക്ക് പോവാ, മക്കളും വരി. ഈ കാക്കശല്യ കാരണം പുറത്തിറങ്ങാനും പറ്റുന്നില്ല ദൈവമേ. വിശക്കുന്നുണ്ടെങ്കിൽ ഒരു നെയ്യപ്പം കൂടി എടുത്തോ.